പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഉണ്ടായ ഒരു പ്രകോപനത്തിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചത്. ഒരുപക്ഷെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമായിരുന്നോ ഭാവിയിൽ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണം ഇന്ന് രാവിലെ ഉണ്ടായ ഒരു പ്രകോപനമാണ്. ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു. ആ ഫോൺ വന്നത് 9656016196 എന്ന നമ്പറിൽ നിന്നായിരുന്നു. ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് വളരെ സൗമ്യമായി എന്നോട് സംസാരിച്ചു. എന്നോട് സാറേ, ഞാൻ സാറിൻ്റെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണാറുള്ള ഒരാളാണ്, സാറിൻ്റെ ഒരു ആരാധകനാണ്, ഞാനൊരു ദളിത് പ്രവർത്തകനാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ലത്, ഇനിയും കാണണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം സാവധാനം വിഷയത്തിലേക്ക് കടന്നു. ആ വിഷയമെന്ന് പറയുന്നത് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 7 തവണ ജയിക്കുകയും 2 തവണ തോൽക്കുകയും ചെയ്ത ഇപ്പോഴത്തെ മാവേലിക്കരയിലെ സിറ്റിംഗ് MP കൊടികുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചിട്ടായിരുന്നു. അതായിരുന്നു വിഷയം. അതിലേക്ക് അദ്ദേഹം കടന്നിട്ട് അദ്ദേഹം എന്നോട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ദളിത് നേതാവായിട്ടുള്ള കൊടികുന്നിൽ സുരേഷ് അവിടെ ഇനി മത്സരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കുന്നത് ശരിയല്ല എന്ന് ഉള്ള അഭിപ്രായമാണ് ആ ദളിത് പ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ നോക്കി, പിന്നെ ഞാൻ അദ്ദേഹം ആരാണെന്ന് നോക്കിയപ്പോൾ എന്തോ PG ദിലീപ് കുമാർ എന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരാളാണ് അയാൾ എന്ന് എനിക്ക് ബോധ്യമായി. അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെടുന്ന കൊടികുന്നിൽ സുരേഷ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് വീണ്ടും മത്സരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ദളിതുകളുടെ ഒരാവശ്യമാണെന്നൊക്കെ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെ മുന്നേറി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം അതൊന്നും സമ്മതിക്കുന്ന ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കൊടികുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നിങ്ങൾ ദയവ് ഇതിനോട് സംസാരിക്കരുത്. കൊടികുന്നിൽ സുരേഷ് അവിടെ മത്സരിക്കുന്നതിന് ഞാൻ എതിരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഈ സംസാരം ഇങ്ങനെ തുടരാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ബഹുമാനത്തോടുകൂടി നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ ഫോൺ ഒന്ന് ഡിസ്കണക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം അതിശക്തിയുക്തമായി കൊടികുന്നിൽ സുരേഷിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടികുന്നിൽ സുരേഷ് 10ാമത്തെ തവണ മാവേലിക്കരയിൽ മത്സരിക്കണം എന്നാണ് ആ സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഫോൺ കട്ട് ചെയ്യൂ. ഞാനങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. എന്നോട് മോശമായി പുലഭ്യമൊക്കെ പറഞ്ഞാലേ ഞാൻ ഫോൺ കട്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പുലഭ്യമല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ബഹുമാനത്തോടുകൂടി പറയുകയാണ്, ഈ ഫോണൊന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ അതിന് വീണ്ടും തയ്യാറല്ല. അദ്ദേഹം നിരന്തരം വീണ്ടും ഇങ്ങനെ കൊടികുന്നിൽ സുരേഷിൻ്റെ വക്കാലത്ത് എടുത്തുകൊണ്ടിരുന്നു. അതിനെ തുടർന്ന് അവസാനം അദ്ദേഹത്തോടുള്ള വിളിച്ച ആളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എനിക്ക് ആ ഫോൺ കട്ട് ചെയ്യേണ്ടി വന്നു. ആ ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ ഇന്ന് വീണ്ടും കൊടികുന്നിൽ സുരേഷിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ഇതിനു മുമ്പ് 2 അവസരത്തിൽ കൊടികുന്നിൽ സുരേഷിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ തവണ ഞാൻ പറഞ്ഞത് കൊടികുന്നിൽ സുരേഷ് മത്സരിക്കരുത്, അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. മത്സരിച്ചു കഴിഞ്ഞാൽ ഞാൻ എതിർക്കും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു 4 MPമാർ മത്സരിക്കരുത് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ അത് വൈറലായൊരു വീഡിയോ ആയിരുന്നു. അതിലും കൊടികുന്നിൽ സുരേഷ് ഉൾപ്പെട്ടിരുന്നു. അതിലും കൊടികുന്നിൽ സുരേഷ് മത്സരിക്കരുതെന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് കൊടികുന്നിൽ സുരേഷ് ഒരുപാട് തവണ എന്നെ വിളിച്ചു. എനിക്കൊന്നൊരു 1 ഡസൻ തവണയോ മറ്റോ എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ ഫോൺ എടുത്തില്ല. കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന് വ്യത്യസ്തമായി എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. പക്ഷേ കൊടികുന്നിൽ സുരേഷ് വേറെ ചിലരൊക്കെ വഴിയൊക്കെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാനപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഞാനതിന് വശംവദനായില്ല. കാരണം എനിക്ക് കൊടികുന്നിൽ സുരേഷിനോട് വ്യക്തിപരമായ എതിർപ്പോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ ഒന്നുമില്ല. പക്ഷേ കൊടികുന്നിൽ സുരേഷ് മാവേലിക്കര മത്സരിക്കുന്നതിനോടുള്ള എൻ്റെ എതിർപ്പാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അതിൽ നിന്നൊരു അണുവിട പിന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എൻ്റെ മേൽ ചെലുത്താൻ ശ്രമിച്ച സമ്മർദ്ദത്തിനൊന്നും ഞാൻ വശംവദനായില്ല. ഞാൻ ഫോൺ എടുത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണക്കാരനായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരിക്കണം എന്നെ വിളിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ കൊടികുന്നിൽ സുരേഷ് അവിടെ മത്സരിക്കേണ്ട ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ബോധിച്ചില്ല.
ഇനിയും അവിടെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കണം എന്ന് അദ്ദേഹം ശക്തിയുക്തം ആവശ്യപ്പെട്ടു. അത് ദളിതരുടെ ഒരാവശ്യമാണ്, ദളിതരുടെ ഉന്നമനത്തിന് അത് അത്യാവശ്യമാണ് എന്നുള്ള നിലയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്നോട് പറഞ്ഞ സുഹൃത്തിനുള്ള മറുപടി ആയി കൊടിക്കുന്നിൽ സുരേഷ് അടുത്ത തവണ മത്സരിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ വാദഗതികൾ ശക്തിയുക്തം പൊതുമണ്ഡലത്തിന് മുന്നിൽ ഒന്നുകൂടി നിരത്താൻ ഞാൻ തീരുമാനിച്ചത്. അതാണ് ഈ വീഡിയോയുടെ ഒരു കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതാണ്. സുഹൃത്തുക്കളെ, കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോത്തങ്കോടുള്ള കുഞ്ഞൻ തങ്കമ്മ എന്ന് പറയുന്ന ദരിദ്രരായിട്ടുള്ള ഒരു മാതാപിതാക്കളുടെ മകനായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് ജനിക്കുന്നത്. അദ്ദേഹം പിന്നീട് മാറിവാനിയോസിൽ നിന്ന് പ്രീ ഡിഗ്രി പാസ്സായി, ലോ കോളേജിൽ നിന്ന് LLBയും പാസ്സായിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരുവനന്തപുരത്താണ് അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. A ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആദ്യകാലത്തെ ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കല് ഇതൊക്കെയായിരുന്നു ജോലി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സിറ്റി മണിയൻ എന്ന പേരിലാണ് അദ്ദേഹം അക്കാലത്ത് അറിയപ്പെട്ടിരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് അടൂർ മണ്ഡലത്തിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ളൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. പട്ടിക ജാതിക്കാരൻ എന്നുള്ളതായിരുന്നു അതിൻ്റെ ക്വാളിഫിക്കേഷൻ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചിട്ട് പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു 1989 അദ്ദേഹം ജയിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 1909 മുതൽ പിന്നെ അടൂരിൽ നിന്ന് ജയിച്ചു. പിന്നെ അടൂർ മാവേലിക്കര മണ്ഡലമായി. ഇപ്പോഴും ആ ജയിച്ച ആ ഒരു ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 1989 അവിടുന്ന് ജയിച്ചു. 1991 അദ്ദേഹം ജയിച്ചു. 1996 ജയിച്ചു. അതിൻ്റെ ഇടയിൽ 1998 അദ്ദേഹം തോറ്റു. പിന്നെ 1999 ജയിച്ചു. 2004 വീണ്ടും തോറ്റു. 2009 ജയിച്ചു. 2014 ജയിച്ചു. 2019 ജയിച്ചു. അങ്ങനെ 4, 3, 7 തവണ അദ്ദേഹം ജയിച്ചു. 2 തവണ അദ്ദേഹം തോറ്റു, 1998 2004. അപ്പോൾ 7 തവണ ജയിച്ച കൊടിക്കുന്നിൽ സുരേഷിന് ഇപ്പോൾ 8ാമത്തെ തവണ അല്ലെങ്കിൽ 7, 2, 9, 10ാമത്തെ തവണ മത്സരിക്കണം. 2024 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരാളെ ഉപയോഗിച്ച് എന്നെ വിളിച്ചതൊക്കെ അതിനു വേണ്ടി തന്നെയാണ്. സുഹൃത്തുക്കളെ, കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജനിച്ചു. കോൺഗ്രസിലെ അത്യുന്നത നേതാവായി വളർന്നു. ഈ വളർന്നതെല്ലാം തന്നെ താനൊരു പട്ടികജാതിക്കാരനാണ് എന്നുള്ള ഒരു ലേബലിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു റിസർവേഷൻ്റെയും ആ ലേബലിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം 7 തവണ മത്സരിച്ച് ജയിച്ചു. 2 തവണ അദ്ദേഹം തോറ്റു. 7 തവണ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു MP ഇതുപോലെ തുടർച്ചയായി ഇത്രയും ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയൊക്കെ MP മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച് ജയിച്ച ഒരു MP കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടികജാതിക്കാരൻ എന്നുള്ള ഒരു ലേബലിലാണ്. ഇനി ആ ലേബലിൽ അദ്ദേഹം ജയിച്ച MP ആയത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ നോക്കണം. കോൺഗ്രസിൽ അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. UPA സർക്കാരിൻ്റെ കാലത്തായാലും ലേബർ എംപ്ലോയ്മെൻറ്റ് വകുപ്പുകളിലെ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ്. എന്നു മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഉന്നതമായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് കൂടിയാണ് ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. കോൺഗ്രസ് പാർട്ടിയിൽ പട്ടികജാതിക്കാരൻ എന്നുള്ള നിലയിൽ കൊടിക്കുന്നിൽ സുരേഷ് ലഭിച്ചിട്ടുള്ള സ്ഥാനങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതായത് 7 തവണ ലോക്സഭാംഗം, 2 തവണ തോറ്റു, AICC സെക്രട്ടറി ആയിരുന്നു, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവ് കൂടിയാണ്. എന്നോടൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി മുഖ്യമന്ത്രി ആയാൽ അതും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ഒരാളാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലൊന്നും പോകുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആസ്തി ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏതാണ്ട് 1,30,00,000 എന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ആരോപണങ്ങൾ ഒരുപാടുണ്ട്.
അതൊരുപക്ഷെ നാളെ ചിലപ്പം പിന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അതുമായി ചിലപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കും. ഒരുപാട് ആരോപണങ്ങളുണ്ട്, അതൊക്കെ ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും പട്ടികജാതിക്കാരൻ എന്നുള്ള ആ ഒരു ലേബലിൽ ഈ കൊടികുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടികയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ നിരത്തിയിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങളുടെ അവസ്ഥ എന്താ? കേരളത്തിൽ ഏതാണ്ട് ഒരു 10% പട്ടികജാതി പട്ടികവർഗ്ഗക്കാരാണ്. ഏതാണ്ട് 10% കേരളത്തിൻ്റെ ജനസംഖ്യയുടെ. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണെങ്കിൽ ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്നത് പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരുമാണ്. അതിൽ പട്ടികവർഗ്ഗക്കാർ ഏതാണ്ട് 1,40,000 വരും, ബാക്കിയുള്ളത് പട്ടികവർഗ്ഗക്കാരാണ്. സുഹൃത്തുക്കളെ, ഈ പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ എന്താ? ഇപ്പോഴും നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 957 ശേഷം സംസ്ഥാനം രൂപീകരിച്ച് ഇപ്പോൾ 2023 ആവുന്നുണ്ടല്ലോ. എന്താണ് ഈ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ അവസ്ഥ? ഇപ്പോഴും എന്ത് വ്യത്യാസമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അവർക്ക് കിടപ്പാടമുണ്ടോ? അവർക്ക് മറ്റ് സൗകര്യങ്ങളുണ്ടോ? അവർക്ക് ഭൂമിയുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. അവർക്ക് കിടന്നുറങ്ങാൻ ഭൂമിയുണ്ടോ? ഇപ്പോഴും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ വീടുകളിൽ പിന്നെ വീട്ടിനകത്ത് തന്നെ കുഴിയൊക്കെ എടുത്തിട്ട് മൃതശരീരങ്ങൾ പിന്നെ അടക്കം ചെയ്യുന്ന അവസ്ഥ ഇന്നും കേരളത്തിൽ നിലനിൽക്കുകയല്ലേ? എത്രയോ കോടി രൂപയാണ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കഴിഞ്ഞ 5 വർഷ വത്സര പദ്ധതി 5 വർഷത്തെ ഇടയിൽ തന്നെ ഏതാണ്ട് 10-15,000 കോടി രൂപ പട്ടികജാതിക്കാർക്കും ഏതാണ്ട് 14,000 കോടി രൂപ പട്ടികവർഗ്ഗക്കാർക്കും ചെലവഴിക്കപ്പെട്ടു എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ അവസ്ഥ എന്താ? ഇപ്പോഴും അവരിപ്പോഴും നമ്മുടെ സമ്പദ് നമ്മുടെ മുഖ്യധാരയിലുണ്ടോ? അവരിപ്പോഴും ഈ പറഞ്ഞ പോലെ എന്താണ് സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരല്ലേ അവർ ഈ പറയുന്ന പോലെ കേരള മോഡലിൻ്റെ ഔട്ട്ലയേഴ്സ് അല്ലേ അവർ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ സാമ്പത്തിക നിലവാരം ഇന്നും കേരള സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലല്ലേ ആദിവാസികൾ ഇപ്പോഴും ഏറ്റവും അടിത്തട്ടിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആദിവാസികൾ ഇതുപോലുള്ള അടിത്തട്ടിൽ ജീവിക്കുമ്പോഴും ഇതുപോലുള്ള ചില നേതാക്കന്മാർ തിന്ന് തടിച്ചു കൊഴുത്ത് അവരുടെ തൂക്കം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 കിലോയ്ക്കടുത്ത് തൂക്കം ചിലപ്പോൾ കൊടികുന്നിൽ സുരേഷ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പട്ടികജാതി നേതാക്കന്മാർ ഈ പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് സമരം ഇവിടെ നടത്തിയിട്ടുള്ളത്? ഈ കൊടികുന്നിൽ സുരേഷ് 7 തവണ ജയിച്ചല്ലോ. ഈ കൊടികുന്നിൽ സുരേഷ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായല്ലോ, കേന്ദ്രമന്ത്രിയായല്ലോ, KPCCയുടെ പിന്നെ വൈസ് പ്രസിഡന്റ് ആയല്ലോ, വർക്കിംഗ് പ്രസിഡന്റ് ആയല്ലോ. ഇയാൾ പട്ടികജാതിക്കാർക്ക് ഇവിടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചില പ്രസ്താവനകൾ ചിലപ്പോൾ ഇറക്കി കാണും എവിടെയെങ്കിലും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചില ജാഥകൾ നടത്തിയിട്ടുണ്ടാവും. അതല്ലാതെ ഇയാൾ എന്ത് പിന്നെ പ്രവർത്തനമാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്നെ ബോധ്യപ്പെടുത്താൻ ഇയാൾക്ക് കഴിയുമോ? ഈ കൊടികുന്നിൽ സുരേഷ് കഴിയില്ല. അതിന് പകരം പട്ടികജാതിക്കാരുടെ ലേബലിൽ പാവപ്പെട്ട, ഞാൻ കഴിഞ്ഞ ദിവസം 2-3 മാസം ഒരു മാസം ഞാൻ നെടുമങ്ങാട് വീട്ടിൽ പോയിരുന്നു. ഒരു പാവപ്പെട്ട പട്ടികജാതിക്കാരനും ഭാര്യയും, അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. അതൊരു മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി ഇത് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. വാളയാറിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ക്രൂരമായ പീഡനത്തിനിരയായി, ബലാത്സംഗത്തിനിരയായി അവർ മരിച്ചു. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം മൂന്നാറിലൊരു ഒരു പിന്നോക്കക്കാരി ഒരു പെൺകുട്ടിയെ 6 വയസ്സ് ഉള്ളവരെ പീഡിപ്പിച്ചു കൊന്നതിൽ പ്രതി പിന്നെ രക്ഷപ്പെട്ടു. അങ്ങനെ പട്ടികവർഗ്ഗക്കാർ ഇപ്പോഴും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ചിലവന്മാർ തടിച്ചു കൊഴുക്കുകയാണ്. അവരുടെ ശരീരത്തിൻ്റെ തൂക്കം കൂടുകയാണ്. അവരുടെ ശരീരത്തിൽ ദുർമേധസ് വർദ്ധിക്കുകയാണ്. എന്നിട്ട് അവർക്ക് അധികാരത്തിനോടുള്ള ആർത്തി, അധികാരത്തിനോടുള്ള അന്ധമായ അദമ്യമായ ആർത്തി ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുത്തൻ 7 തവണ MP ആവുന്നു. 7 തവണ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പട്ടികജാതിക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കിട്ടണം അല്ലേ? എനിക്ക് കിട്ടണം ഇനിയും സ്ഥാനങ്ങൾ. കാരണം അദ്ദേഹം പട്ടികജാതിക്കാരനാണല്ലോ. അപ്പോൾ പട്ടികജാതിക്കാരനൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരനായിട്ടുള്ള പാവപ്പെട്ടവന് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അയാൾക്ക് ഇനിയും സ്ഥാനങ്ങൾ കൂടുതൽ കിട്ടണം. അയാൾ ഇന്നാളൊരു പ്രസ്താവന നടത്തി, പട്ടികജാതിക്കാരൻ KPC പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? കൊടികുന്നിൽ സുരേഷിന് KPC പ്രസിഡന്റ് ആവണം. ഇനി അങ്ങനെ കേട്ടാൽ കുറച്ചാൾ കഴിയുമ്പോൾ പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് പറയും. എന്തിനാണെന്നറിയോ? കൊടികുന്നിൽ സുരേഷിന് മുഖ്യമന്ത്രി ആവണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അയാൾക്ക് ഇനിയും 10ാം തവണയും മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു അഹങ്കാരമാണെന്ന് ആലോചിച്ച് നോക്ക്. അയാളുണ്ടാക്കിയ പണത്തിൻ്റെ അളവും അതിൻ്റെ ശമ്പളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. MPമാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിൻ്റെ നേട്ടങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൊടികുന്നിൽ സുരേഷിനോട് പറയാനുള്ളത്,
നിങ്ങൾ 7 തവണ MP ആയില്ലേ സുഹൃത്തെ? നിങ്ങൾ KPCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയില്ലേ? നിങ്ങൾ AICC സെക്രട്ടറി ആയില്ലേ? നിങ്ങൾ കേന്ദ്രത്തിൽ മുമ്പ് കേന്ദ്രമന്ത്രി ആയില്ലേ? നിങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് അല്ലേ? നിങ്ങൾക്ക് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവല്ലേ? നിങ്ങളിനി എന്തിനാണ് മത്സരിക്കുന്നത് സുഹൃത്തെ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? നിങ്ങൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുകയല്ലേ? നിങ്ങൾ കോൺഗ്രസിനെ വളർത്താനുള്ള ശ്രമം നടത്തുക. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ അടിവരുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ്. അതിനെ വളർത്താനുള്ള ശ്രമം നടത്തുക സുഹൃത്തെ. 10-35 വർഷം MP ആയില്ലേ? ഇനിയൊന്നും മാറിക്കൊടുക്കൂ. നിങ്ങൾ മാറിക്കൊടുത്തിട്ട് നിങ്ങൾ ഊർജ്ജസ്വലനായ പോരാട്ട വീര്യമുള്ള ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ നിങ്ങൾ തന്നെ മാവേലിക്കര മണ്ഡലത്തിലേക്ക് നിർദ്ദേശിക്കൂ. പുതിയ പട്ടികജാതിക്കാർ ഉയർന്നു വരട്ടെ നിങ്ങളുടെ പാർട്ടിയിൽ. നിങ്ങളുടെ പാർട്ടിയിൽ പട്ടികജാതിക്കാരൻ സമം കൊടിയുന്നിൽ സുരേഷ് സമം പട്ടികജാതിക്കാരൻ മാത്രം മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ മാത്രമല്ലല്ലോ പട്ടികജാതിക്കാരൻ വേറെ ഇല്ലേ ഈ പാർട്ടിയിൽ? ഊർജ്ജസ്വലരായിട്ടുള്ള പോരാട്ട വീര്യമുള്ള ചെറുപ്പക്കാരില്ലേ, പട്ടികജാതിക്കാരില്ലേ ഈ പാർട്ടിയിൽ? അവരെ നിർത്തട്ടെ. നിങ്ങളിനി മാറിക്കൊടുക്ക്. നിങ്ങൾക്ക് 61 വയസ്സിനിടയിൽ തന്നെ നിങ്ങൾ 7 തവണ MP ആയില്ലേ? എന്തിനാണ് ഈ അധികാരത്തോട് ഇത്രയും വലിയ അടങ്ങാത്ത ആർത്തി? എന്തിനാണ് ഈ ആർത്തി? ഇതിനി മാറ്റിവെക്ക്. നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള പോരാളിയായിട്ടുള്ള ഒരു പട്ടികജാതിക്കാരനെ ആ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിക്കുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും അയാളെ ജയിപ്പിക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം വീണ്ടും 10ാം തവണ നിങ്ങൾ മത്സരിക്കാൻ ശ്രമിച്ചാൽ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഇനിയും നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർത്തി ഞാൻ രംഗത്ത് വരും. ശക്തമായിട്ടുള്ള എതിർപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ മാറണം. നിങ്ങൾ മാറി അവിടെ നിങ്ങൾ തന്നെ ഒരാളെ നിർദ്ദേശിക്കണം. കാരണം നിങ്ങളാണല്ലോ CPM കോൺഗ്രസിനകത്ത് ഏറ്റവും മുതിർന്ന പട്ടികജാതി നേതാവ്. നിങ്ങൾ തന്നെ ഒരാളെ നിർദ്ദേശിച്ച് അയാളെ കൊണ്ടുവന്ന് അയാളെ അവിടെ നിർത്തി അയാളെ ജയിപ്പിച്ചു കൊടുക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെ എടുക്കണം. അങ്ങനെ പുതിയ തലമുറ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരണം. അങ്ങനെ പുതിയ തലമുറ നിങ്ങളുടെ പാർട്ടി വന്നാലേ നിങ്ങളുടെ പാർട്ടി മുകളിലോട്ട് വളരുള്ളൂ, അല്ലെങ്കിൽ താഴോട്ട് വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് 7 പ്രാവശ്യം MP ആയിട്ടില്ലേ? അത് പോരെ കൊടിക്കുന്നിൽ സുരേഷ്? 7 പ്രാവശ്യം MP ആയില്ലേ? AICCയുടെ സെക്രട്ടറി ആയില്ലേ? മുൻ കേന്ദ്രമന്ത്രി ആയില്ലേ? കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് ആയില്ലേ ലോക്സഭയിൽ? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയില്ലേ? ഏറ്റവും അവസാനം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായില്ലേ? ഇത്രയൊക്കെ പോരെ നിങ്ങൾക്ക് 61 വയസ്സിൽ? നിങ്ങൾ ഇനിയും ഒരു 10-15 വർഷം കൂടെ ജീവിക്കില്ലേ? ആരറിയുന്ന ഒരു പക്ഷേ നാളെ നിങ്ങൾ KPCC പ്രസിഡന്റ് നിങ്ങൾക്ക് ആയിക്കൂടെ? നിങ്ങൾക്ക് KPCC പ്രസിഡന്റ് ആയിക്കൂടെ? നിങ്ങൾക്ക് വർക്കിംഗ് കമ്മിറ്റിയിലെ പൂർണ്ണാംഗം ആയിക്കൂടെ? അങ്ങനെ എത്രയോ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. ആ സാധ്യതകൾ ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പാർലമെൻ്ററി രംഗത്ത് ഇനി മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് കൊള്ളാം. അതല്ല എങ്കിൽ എതിർപ്പ് ശക്തമായിരിക്കും നിങ്ങളോട് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അവസാനമായി എന്തായാലും ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നിൽ സുരേഷിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രകോപിപ്പിച്ച എൻ്റെ അജ്ഞാത സുഹൃത്തിന് PG ദിലീപ് കുമാർ എന്ന് പറഞ്ഞ സുഹൃത്തിന് ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.